ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു റോബോട്ടിക് വാക്യൂം ക്ലീനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 8 മാസത്തിന് മുന്നേ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ ഒരു ക്വിക്ക് ടൂർ പോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തില്ല, കാരണം ഒരു 6 മന്ത്സും കൂടെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂവും അങ്ങനെ എക്സ്പീരിയൻസും എല്ലാം കൂടി ഷെയർ ചെയ്യാൻ എഴുതിയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മന്ത്സായി. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂവും കൂടി ആഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഴുതിയിരിക്കുമായിരുന്നു. അപ്പോൾ ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ ഒരു അനുഭവത്തിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ അൺബോക്സിങ്ങും എൻ്റെ ഒരു ക്വിക്ക് ഗൈഡും കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ യൂസർ റിവ്യൂയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരു അൺബോക്സിങ്ങുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സാധനം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിപ്പോൾ വരുത്തിയതാണ്. അപ്പോൾ ഇത് നാട്ടിലുള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളിന്ന് മേടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞൻ റോബോട്ടിനെയാണ്. സംഭവമൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പറയാം. അതേപോലെ ഇപ്പോൾ സമയം വൈകുന്നേരം ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ അണ്ണൻ മേളിൽ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണൻ പോകണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 9:30, 10 മണി, 10:30 ആവും അണ്ണൻ പോകണമെന്നുണ്ടെങ്കിൽ. അതേപോലെ നേരത്തെ വരികയും ചെയ്യും. ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ നേരെ ഓപ്പോസിറ്റാണ്. ലേറ്റായിട്ട് വരികയും ചെയ്യും, നേരത്തെ പോവുകയും ചെയ്യും. ഒരു 4 മണി 3:30 ആകുമ്പോഴത്തേനും ഇരുട്ടാവുകയും ചെയ്യും. വരുമ്പോൾ ഒരു 8:30, 9 മണിയൊക്കെ ആവുകയും ചെയ്യും. അങ്ങനെയാണ് UK അണ്ണൻ്റെ സ്വഭാവം. അണ്ണൻ ഭയങ്കര ലേസിയാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര പഞ്ചുലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇവനെ ഞാൻ അകത്തെത്തിച്ചിട്ട് നമുക്ക് തുറന്ന് എന്താണ് സംഭവം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് അകത്തി ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എങ്ങനെ കാണുന്നു അത് തന്നെ ഞങ്ങൾ നിങ്ങളെ കാണിച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് സാധനം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഒരു വാക്യൂം ക്ലീനറാണ്, റോബോട്ടിക് വാക്യൂം ക്ലീനർ. തനിയെ പോയി ക്ലീൻ ചെയ്തോളും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടിയുടെ ഫ്രണ്ടിൽ അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2500 mAh ബാറ്ററി, കാർപ്പറ്റ് ഡിക്റ്റേഷൻ ആൻഡ് ഓട്ടോ ബൂസ്റ്റ്. കാർപ്പറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള വാക്യൂമിൻ്റെ പവർ കൂട്ടുമെന്ന് പറഞ്ഞേക്കണേ. 3000 PS സെക്ഷനുള്ള സ്ട്രോങ് ആയിട്ടുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം, വൈഫൈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം നമുക്ക് അതിനകത്തൊക്കെ ഫോണിൽ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് പോണത്, എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് നമുക്ക് മോപ്പും അവൈലബിൾ ആണ്. തറ തുടച്ചും പോകും, അതേപോലെ തന്നെ വാക്യൂം അടിച്ചു വാരി പോകും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നാട്ടിലും യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പക്ക സാധനമാണിത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു യൂസർ റിവ്യൂ പോലെ വേറൊന്നും പറയാം. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്, ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്ന്. അതേപോലെ അവർ പറയുന്നത് ഓട്ടോമാറ്റിക് ചാർജ് സോക്കറ്റിൽ പോയി ചാർജ് ആയിക്കോളും എന്നൊക്കെയാണ്. അതൊന്നും നമുക്കറിയില്ല. ഈ ഒരു സാധനത്തിൽ അങ്ങനെ വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. പറമ്പ് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്ലോത്ത്, പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ കിട്ടും പോലെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വാറണ്ടി കാർഡാണ്. 2 year വാറണ്ടിയാണ് ഈ ഒരു സാധനത്തിൽ പറയണത്. നമുക്ക് ഇതിവിടെ എങ്ങനെ ക്ലെയിം ചെയ്യുന്നതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ യൂസർ ഗൈഡ്, യൂസർ മാനുവൽ. ഓക്കെ, ഇത് നമ്മുടെ ആപ്പിനുള്ള യൂസർ ഗൈഡാണ്. പിന്നെ നമുക്ക് സാധനം എടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. ഇത് നമ്മുടെ മോപ്പിന് വേണ്ടി മാറ്റിയിടേണ്ടതാണോ? നമുക്ക് എഴുതാലെടുത്ത് പുറത്തേക്ക് വയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് തോന്നുന്നത് നമ്മുടെ മോപ്പ്. അത് പൊട്ടിക്കളയാം. ഇതതിൻ്റെ റിമോട്ടാണ്. അപ്പോൾ നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഫോണിലും ഇതിനെ കൺട്രോൾ ചെയ്യാം. ഇതതിൻ്റെ ഏതോ ഒരു ഫിൽറ്ററാണ്. ഇത് എവിടെ വരുന്നതാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ 3mm ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നിട്ടുണ്ട് നമുക്ക്. എന്താ മാഗ്നറ്റോ? എന്താ നല്ല വെയിറ്റുള്ള സാധനമാണ് ഏതായാലും. സ്റ്റിക്കറാണല്ലോ.
ഇതെന്തോ ഒരു സ്റ്റിക്കറാണ്, എന്ത് സ്റ്റിക്കറാണെന്നുള്ളത് അറിയത്തില്ല. ഇടിയിരിക്കട്ടെ. അടുത്തത് ഇത് നമ്മുടെ ചാർജർ. സ്വാഭാവികമാണ്, നമുക്ക് ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ചാർജറിന് കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ മറ്റേ ഇത് കണ്ടിട്ടുള്ളത് എവിടെയാണ്, നോർമലി നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിനൊക്കെ വരുന്ന തരത്തിലുള്ള ആ ഒരു ചാർജറാണ്. ഇത് എത്ര മണിക്കൂർ എടുക്കും ഫുൾ ആവാൻ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. 2 ബാറ്ററി അവർ തന്നിട്ടുണ്ട് നമുക്ക്. എന്ത് ബാറ്ററി നമ്മുടെ റിമോട്ടിനുള്ളതായിരിക്കും, റിമോട്ടിൻ്റെ ബാറ്ററി. പിന്നെ നമുക്ക് ഇത് എത്ര മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആകുമ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമെന്നുള്ളതൊക്കെ ഞാൻ യൂസർ റിവ്യൂവിൽ വേണമെങ്കിൽ പറയാം. ഇവർ പറയണത് ഞാൻ പറയാം, ഇവർ പറയുന്നത് നമ്മുടെ യൂസർ മാനുവലിൽ കിടപ്പുണ്ട്, ഞാൻ മറന്നുപോയി, നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇവനാണ് നമ്മുടെ താരം. ഇവനെങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളതും എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വാക്യൂം ക്ലീനർ. ആ ബ്രഷും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് നമ്മുടെ ടയർ, ഇത് നമ്മുടെ എങ്ങോട്ട് തിരിയണമെന്ന് ചിന്തിക്കുന്ന ടയർ, അത് നേരെ മാത്രം ഓടുന്ന ടയറും. ഇത് നമ്മുടെ നാവിഗേഷൻ യൂസ്ഫുൾ ആവുന്ന ടയറുമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മോപ്പും കാര്യങ്ങളൊക്കെ മാറ്റി പിടിപ്പിക്കുന്നത് ഉണ്ടല്ലേ, ഈ ഒരു പൊസിഷനിൽ. ഇതിപ്പോൾ നമുക്ക് കിടക്കുന്നത് നോർമൽ വാക്യൂമിൻ്റെ ആയിരിക്കും, ഇത് നമ്മുടെ മോപ്പിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ എന്താ ഈ സാധനം എന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചാർജിങ് ആണ്, പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് ചാർജിങ്, തനിയെ പോയി ചാർജ് ആയിക്കോളൂ എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ആകുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പുറമേ നോക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കാണാനൊക്കെ നല്ല രസമുണ്ട്, വർക്കിങ് അതേപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ ഓൺ ഓഫ് സ്വിച്ച് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ മോപ്പ് മാറ്റാം എന്നുള്ള കാര്യങ്ങളും അതേപോലെ അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഡസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ബ്രഷ് ഓക്കെ. ഈ 2 പോയിന്റുകൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 2 ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ താഴത്തേക്ക് പോകും. ഓക്കെ ഫൈൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ബ്രഷുകൾ കിട്ടിയിട്ടുണ്ട്. 2 അല്ലല്ലോ 4 ഉണ്ടോ, ഇത് എക്സ്ട്രാ ആയിരിക്കുമോ? 2 എക്സ്ട്രാ ആയിരിക്കുമോ നമുക്ക് വിചാരിക്കാം കേട്ടോ. ഇങ്ങോട്ട് കഴിയുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്രഷായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു പോയിന്റിൽ പിടിപ്പിക്കാനുള്ളതാണ്. എവിടെ? ഓക്കെ. ഇങ്ങനെ ഈ 2 പോയിന്റിൽ പിടിപ്പിക്കാനുള്ള ബ്രഷാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് പെട്ടി തുറന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങളും ഇതെങ്ങനെ പിടിപ്പിക്കും എന്നുള്ളതൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 2 ബ്രഷ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫോണിലേക്ക്. നമുക്ക് 2-3 രീതിയിൽ ഇത് കണക്ട് ചെയ്യാം. വൈഫൈ വഴി കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ അലക്സ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ആദ്യം നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമ്മുടെ ആപ്പിൻ്റെ മാനുവൽ ബുക്കിനകത്ത് നമുക്കൊരു ബാർകോഡ് സ്കാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലും ആൻഡ്രോയിഡിൽ മറ്റേ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് സസ്പെൻഷനൊക്കെ തന്നിട്ടുണ്ട്. വണ്ടിക്ക് സസ്പെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷനിൽ നമുക്ക് മറ്റേ കൊളീഷൻ ഡിറ്റക്ഷനാണ് ഈ ഒരു പോർഷനിൽ, ഇത്രയും പോർഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഇതിനകത്തൊരു ഇത് വെച്ച് തന്നിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. എന്നാലാണ് നമുക്ക് കൊളീഷനും കാര്യങ്ങളൊക്കെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റുന്നത് എവിടെയെങ്കിലും ഇതാവാണെന്നുണ്ടെങ്കിൽ അത് അകത്തേക്ക് സ്റ്റെബിലൈസർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കൊളീഷൻ ഡിറ്റക്ഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് നമ്മുടെ അടിയിലത്തെ സ്വിച്ചിനെ അവരൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. നമുക്ക് അതും റിമൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഇവനെങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞപ്പനെ ഓൺ ചെയ്തിട്ട് വിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഫോൺ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിയിലത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. കുണുകുണു പറഞ്ഞ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുമ്പോൾ ഞെക്കി നോക്കാം എന്താ അവസ്ഥ. ഫാനൊക്കെ ഇവിടെ കാണാതി ഓടി ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചുമൊഴിയാളിയുടെ റീചാർജ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ആപ്പിൽ ഞെക്കിയിട്ടുണ്ട്. അത് ഞെക്കുമ്പോൾ നമ്മുടെ ബ്ലൂ കളർ ഉണ്ടായിരുന്നത് ഓറഞ്ച് കളറിലേക്ക് മാറും. എന്നിട്ട് ആശാൻ തനിയെ പോയി കയറുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന തോന്നണ ആശാൻ ചാർജ് മൊത്തം.
അരമണിക്കൂറത്തെ കണ്ടിന്യൂസ് ചെയ്യലിന് ശേഷം ആശാൻ ഏതാണ്ടൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ അവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് ഉള്ളത്. ആശാൻ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ടോ നമ്മുടെ ചാർജിങ് പോർട്ട്. പോട്ടെ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, തനിയെ പോകുന്നുണ്ട്. കറക്റ്റ് സ്പേസിലേക്ക് കയറണമല്ലോ. അങ്ങനെ പച്ച കത്തിയിരിക്കുകയാണ് ഗൈസ്, പച്ച കത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ചാർജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം എടുക്കും ഫുൾ ചാർജ് ആവാൻ അറിയില്ല. അതുകൊണ്ട് 54% ചാർജ് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയുള്ളൂ, എത്രത്തോളം സക്ഷൻ പവർ ഉണ്ടെന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിനകത്തൊന്ന് പഠിച്ചതിന് ശേഷം ബാക്കി പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോബോ ഓട്ടോമാറ്റിക്കലി എല്ലായിടവും പോയി ക്ലീൻ ചെയ്യും. ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ ചാർജിങ് സ്പോട്ടിലേക്ക് പോകാൻ പറ്റുള്ള സ്വിച്ചാണ്. ഇത് നമുക്ക് ഈ റോബോനെ നാവിഗേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. നമുക്കറിയാമല്ലോ, പൗസ് ചെയ്യാനും നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. ഇത് നമുക്ക് ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ റോബോയിൽ. അതേപോലെ തന്നെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളും ഉള്ളത്. ഇത് നമ്മുടെ സ്പോട്ട് ക്ലീനിങ് ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പോട്ടിലാണോ നിൽക്കണേ ആ സ്പോട്ടിൻ്റെ ആ റൗണ്ട് ഒരു ഇത്ര മീറ്ററിൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സ്പോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ്. ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജുകളും കാര്യങ്ങളൊക്കെ പോയി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ റൂം, ഇപ്പോൾ നമുക്കൊരു റൂം മാത്രമായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ അടച്ചിട്ടതിന് ശേഷം ഇത് ഞെക്കി കഴിഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യുമെന്നാണ് പറയണേ. പിന്നെ ഇത് നമ്മുടെ മാക്സിമം പവർ സെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പവർ സെക്ഷൻ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ കൂടെ ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കാം. വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനാണ് അതിനെ നാവിഗേറ്റ് ചെയ്യണത്. കണ്ടില്ലേ? അപ്പോൾ ഞാനാണ് റിമോട്ട് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യണം. നമുക്ക് അതേപോലെ നാവിഗേറ്റ് ചെയ്യാം, പൗസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്പോട്ട് ക്ലീനിങ് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്പോട്ട് ക്ലീനിങ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ മാത്രം അതിൻ്റെ ചുറ്റുമുള്ളൊരു ഇത്ര ഒരു മീറ്റർ അത് ക്ലീൻ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അവിടെ മാത്രം അഴുക്കുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പോട്ട് ക്ലീനിങ് ചെയ്യാം. അങ്ങനെ ഇതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫോൺ വഴിയും ഈ സെയിം കൺട്രോൾസ് ഫോൺ വഴിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഈ റിമോട്ടിൽ വരുന്നുള്ളത്. ബാക്കി നമ്മുടെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നടത്താം. ഉണ്ട് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് പുൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡസ്റ്റ്ബിൻ. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് ഇത്ര വേസ്റ്റ് മേടിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിക്ക് വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫിൽറ്ററാണ്. നമുക്ക് ഫിൽറ്റർ അവർ പറഞ്ഞ അഡീഷണൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെൻ്റെ ഫിൽറ്ററാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ്ബിൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത്രയധികം പൊടി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ റോബോ കുഞ്ഞ് പറയുന്നത്. ഈ ഒരു പ്രാണിയൊക്കെ ഓടി കിടക്കുന്നതാ. ഇത് മേടിച്ചപ്പോ അതറിയില്ല, മേടിച്ചപ്പോ വഴിയില്ല. അപ്പൊ നമുക്ക് ഇത്രയധികം പൊടികൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തില്ല. കാണുമായിരിക്കും. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാലോ. ഓക്കെ, അപ്പൊ ഇത്രയധികം പൊടികൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ റോബോ കുഞ്ഞ് പറയുന്നത്. ഇല്ല, ജസ്റ്റ് ഒരു പോർഷനേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും പൊടി പിടിച്ചു എന്നാണ് നമ്മുടെ കുഞ്ഞമ്മാവൻ പറയണേ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ അടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്യണത്. ഇനി ഈ ബ്രഷ് ക്ലീൻ ചെയ്യാനാണ് 2 സ്വിച്ച് ഇപ്പോൾ പിടിച്ച് ഞെക്കിയിട്ട് അതിപ്പോൾ ഞാൻ തുറന്നാലോടാ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രഷ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം മുടി പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് മുടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ ബ്രഷ് മാറണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത്ര നാളിൽ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാറ്റാം, റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ റീപ്ലേസിങ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആമസോണിൽ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സൈറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് നമ്മുടെ നാട്ടിൽ 20,000 രൂപ അടുത്താണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനറിനും എനിക്ക് അത്ര റേറ്റ് ആവത്തില്ല. അപ്പോൾ ഇത് എത്രത്തോളം കോമ്പാക്റ്റബിൾ ആണ്, നമ്മുടെ പ്രൈസിനനുസരിച്ചുള്ള പണി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മാസത്തെങ്കിലും യൂസർ റിവ്യൂ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു മാസമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു മാക്സിമം 5 മിനിറ്റ് നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇത്രയധികം പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അതേപോലെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മോപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസർ റിവ്യൂവിൽ പറയാം, എത്രത്തോളം മോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സക്സസ് ആണ് അതോ ഫെയിലിയർ ആണോ എന്നുള്ളതൊക്കെ. നമ്മൾ ചെയ്യുമ്പോൾ ആവില്ലെങ്കിലും
നമ്മളിപ്പോൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി ചെയ്തോളും. നമ്മൾ തിരക്കോ ബിസിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺ ചെയ്തിട്ട് പോയാൽ മതി, അത് അവിടെ കൂടെ ചെയ്തോളും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞൻ റോബോനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് സൈഡ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരുപാട് ടൈം നമുക്ക് നമ്മുടെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു വാക്യൂം ക്ലീനർ പിടിച്ച് അതിൻ്റെ പുറകെ നടക്കുന്നതിന് പകരം നമുക്കിതിനെ ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പാടിന് പോയി ക്ലീൻ ചെയ്ത് വന്നോളാം. നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ഒത്തിരി നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 6 days വർക്ക് ചെയ്ത് 7 day വന്നിട്ട് നമ്മുടെ വീട് ക്ലീൻ ആക്കാനായിട്ട് മോപ്പും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വാക്യൂം ക്ലീനർ പിടിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു കാര്യമില്ല. ഇതിന് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കിക്കോളും. അപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മോപ്പ് എന്ന് പറഞ്ഞ സെറ്റപ്പും കൂടെ ഉള്ള കാരണം നമുക്ക് ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അടിച്ചു വരാനും നിൽക്കണ്ട, തുടയ്ക്കാനും നിൽക്കണ്ട, രണ്ടും ഇത് ചെയ്തോളും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ടു യൂസാണ്. നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഫോണിലും കൺട്രോൾ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ നോർമലി പോകുന്ന പോലെ ക്ലീൻ ആക്കിക്കോളും. അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു റൂം മാത്രം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. എന്ത് വേണേൽ സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഈ ഒരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ലിവിങ് റൂം മാത്രം ക്ലീൻ ചെയ്യാനാണ്. ആ ഒരു ഏരിയ കാർപ്പറ്റാണ്. കാർപ്പറ്റ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം അവിടെ മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത് ഒരു ഈസി ടു യൂസാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോ ചാർജിങ് ഉണ്ട്. ചാർജ് തീരുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ തനിയെ പോയി ചാർജിലും കയറിക്കോളും. ഇനി നെഗറ്റീവ് സൈഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വാക്യൂം ക്ലീനർ നമുക്ക് 100% തരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 70% ഈ ഒരു വാക്യൂം ക്ലീനറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് തോന്നിയുള്ളൂ. നോർമൽ നമ്മൾ കറണ്ടിൽ കുത്തി നമ്മൾ അല്ലെങ്കിൽ ബാറ്ററി പവറിൽ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്യുന്ന ഒരു വാക്യൂം ക്ലീനറിൻ്റെ അത്രയ്ക്കൊരു പെർഫെക്ഷൻ എനിക്ക് ഈ ഒരു വാക്യൂം ക്ലീനറിൽ നിന്ന് കിട്ടിയില്ല. മേ ബി ഇത് കുറഞ്ഞ ഒരു വാക്യൂം ക്ലീനർ ആയതുകൊണ്ടായിട്ടായിരിക്കാം. മേ ബി ഇതിൻ്റെ കൂടി ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 100% നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു മോഡലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു 70%ഓളമാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൂ. നോർമലി നമ്മളൊരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു ടൈം ഒത്തിരി ഒരു 3 മടങ്ങോളം ടൈം നമുക്ക് ഇതിനകത്ത് അധികം കൊടുക്കും ക്ലീനായി വരാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പോയ വഴി കൂടെ തന്നെ പിന്നെയും പോകുന്നുണ്ട്. നമ്മൾ മാനുവലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വഴി കൂടെ പോയി നമുക്ക് മനസ്സിലായി ആ ഒരു വഴി നമ്മൾ ചെയ്തെന്നുള്ളത്. പക്ഷേ ഇത് ചില സമയത്ത് പോയ വഴി കൂടെ തന്നെ പിന്നെയും പോകുന്നുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയം കൂടുതലെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടൈംസ് നമ്മളിത് കുത്തിയിടുന്നത് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി ബില്ലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും ഒരു നെഗറ്റീവാണ്. പിന്നെ ഒരു നെഗറ്റീവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കോർണേഴ്സ് നമ്മളെ റൂമിൻ്റെയൊക്കെ കോർണേഴ്സ് അത്രയ്ക്ക് വെടിപ്പായിട്ടല്ല ഇവൻ ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലേക്കൊക്കെ എത്താത്ത പോലെ ഉള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ നെഗറ്റീവാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടൈമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ 6 days വർക്ക് ചെയ്യുകയാണ്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വീട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവനെ തുറന്നു വിടുക, എന്നിട്ട് ഒരു 1 month 2 month കൂടുമ്പോൾ നമ്മൾ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. അതല്ലാതെ നോക്കുന്ന സമയത്ത് നമുക്ക് കോർണേഴ്സും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് അതങ്ങോട്ട് ക്ലീൻ ആക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇതിന് മോപ്പ് വരുന്നുണ്ട്. പക്ഷേ മോപ്പ് യൂസ് ചെയ്യുന്ന സമയത്തും എനിക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വീട് തുടച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുമല്ലോ, ആ ഒരു ഫീല് ഇവനെ വെച്ച് തുടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതും ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ സാധാരണ വാക്യൂം ക്ലീനർ ആണെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഫിൽറ്റേഴ്സ് മാറണം. അതേപോലെ തന്നെ ഇതും നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഈ ബ്രഷ് ക്ലീൻ ചെയ്യണം. ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, അതും ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്നവർക്ക് നെഗറ്റീവാണ്. അതല്ല എന്നുള്ളവർക്ക് അതൊരു നെഗറ്റീവാണ് എന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ലിവിങ് റൂം മാത്രമാണ് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ലിവിങ് റൂമിൽ നിന്ന് ഞാനൊരു 3 തവണ ഇതുകൊണ്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. 3 തവണ ക്ലീൻ ചെയ്തതിൽ നിന്ന് എത്രത്തോളം അഴുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 3 തവണ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഈ 3 തവണ ക്ലീൻ ചെയ്തതിൽ നിന്ന് ഒരു റൂം മാത്രം ഇത്രയും സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ പവർ ഉണ്ടെന്നുള്ളത്, പവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 70% പവർ ഇതിന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ഓക്കെ,
ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു പാർട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ബ്രഷിൽ ഇത്രത്തോളം മുടി ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാധനം അവരുടെ കൂടെ തന്നെ വരുന്നുണ്ട്, ഒരു ബ്ലേഡ് പോലത്തെ. അത് ഉപയോഗിച്ച് നമുക്ക് ഹെയർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുള്ളാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് യൂസ്ഫുള്ളാണ്. യൂസ്ഫുൾ അല്ലെന്നല്ല പറയുന്നത്, എനിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ടൈമില്ലാത്തവർക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് വാല്യൂ ഫോർ മണിയാണ്. പക്ഷെ 100% നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈ ഒരു വാല്യൂവിന് ഇത് വർത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോക്കകത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ പോസിറ്റീവ്സോ പറയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.